അപ്പോൾ പെയിൻറ്റ് നമുക്ക് എന്ത് നൽകുന്നു? നമ്മുടെ കെട്ടിട ഭാഗങ്ങൾ, അതായത് ബിൽഡിംഗ് പാർട്സുകൾക്ക് എന്ത് നൽകുന്നു? പ്രൊട്ടക്ഷൻ നൽകുന്നു. എന്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നു? രാസവസ്തുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന്, കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന്, അതുപോലെ വായുവിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന്, അതുപോലെ ഈർപ്പത്തിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ വോളിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെന്താ വേണത്? മരം ഫംഗസ് ബാധയാൽ നശിച്ചു പോകുന്നതും ലോഹങ്ങൾ തുരുമ്പ് പിടിക്കുന്നതും ഒഴിവാക്കുന്നു. നമ്മൾ ഡിഫക്ട്സ് പഠിച്ചിരുന്നു അല്ലേ? വുഡ് പഠിച്ച സമയത്ത് വുഡിൻ്റെ ഡിഫക്റ്റുകൾ നമ്മൾ പഠിച്ചിരുന്നു. പലതരത്തിലുള്ള ഡിഫക്റ്റ് പഠിച്ച സമയത്ത് അതിലൊന്നായിരുന്നു ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗസ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റുകൾ. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള ഡിഫക്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു? പെയിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ അതിൻ്റെ ഒക്കെ ഉപരി നമ്മുടെ സർഫസ് അല്ലേ, നമ്മുടെ എന്ത് പ്രൊഡക്റ്റാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ബിൽഡിംഗ് ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ഡോറ് വിൻഡോ അങ്ങനെ എന്തായിക്കോട്ടെ, അതിൻ്റെ സർഫസ് നമുക്ക് എന്താക്കി മാറ്റുന്നു? അട്രാക്റ്റീവാക്കി മാറ്റുന്നു. അതായത് കാണാൻ ഭംഗിയുള്ളതുമാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു സർഫസ് നമുക്ക് ലഭിക്കുന്നു അല്ലേ? നല്ല മിനുസമുള്ള, നല്ല സ്മൂത്തായിട്ടുള്ളൊരു സർഫസ് നമുക്ക് ഈ പെയിൻറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നു. അപ്പോൾ പെയിൻറ്റിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. വിലക്കുറവുള്ളതും പ്രതലത്തിൽ പെട്ടെന്ന് പരക്കുന്നതും ആയിരിക്കണം. അതായത് നമുക്ക് എന്താ പറയുക, കോസ്റ്റ്ലി ആയിരിക്കണം അല്ലേ? നമുക്ക് നമ്മുടേതായ രീതിയിൽ മേടിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ പ്രതലത്തിൽ പെട്ടെന്ന് പരക്കുന്നതായിരിക്കണം. നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കണം. പിന്നെ പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കരുത്. നിറം മങ്ങരുത്. അതുപോലെ തന്നെ മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കരുത്. കാലാവസ്ഥാ മാറ്റം പെയിൻറ്റിന് മാറ്റമുണ്ടാക്കരുത്. ഉപരിതലത്തിൽ വിണ്ടുകീറലോ മറ്റു തകരാറുകളോ ഉണ്ടാക്കരുത്. ഉപരിതലം, അതായത് സർഫസ് കൂടുതൽ ഭംഗിയാക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്കത് പെട്ടെന്ന് കോസ്റ്റ്ലി അല്ല, നമുക്ക് എന്താ പറയുക, നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രതലത്തിൽ പെട്ടെന്ന് പരക്കുന്നതായിരിക്കണം. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങുന്നതാവരുത്. നിറം മങ്ങരുത് അല്ലേ? അപ്പോൾ വെയിലും മഴയും മഞ്ഞും ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് പെയിൻറ്റിൻ്റെ നിറം മങ്ങിപ്പോവാൻ പാടില്ല. പിന്നെ എന്താ പറയണത്? നമ്മളവിടെ താമസിക്കുന്നത്, ഈ പെയിൻ്റ് അടിച്ചതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് നമ്മൾ മനുഷ്യരാണല്ലേ? അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ ആവരുത്. അതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം പെയിൻറ്റിന് എന്തുണ്ടാവരുത്? മാറ്റമുണ്ടാക്കരുത്. പിന്നെ നമുക്ക് ഈ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിണ്ട് കീറലുകളോ മറ്റു തകരാറുകളോ ഒന്നും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇത് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ എന്തുള്ളതായിരിക്കണം? ഭംഗിയുള്ളതായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്വാൻറ്റേജ് പറയുന്നത്. അതായത് നല്ല ഒരു പെയിൻറ്റിന് ഉണ്ടായിരിക്കേണ്ട അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്താണെന്നാണ്. ചിലപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കാം, ഞാൻ മുമ്പ് പറയാറുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കാം, സവിശേഷതകൾ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ക്വാളിറ്റീസ് എന്താണെന്ന് ചോദിക്കാം. ഇത് 3 ചോദിച്ചാലും നിങ്ങൾ ഈ ഉത്തരം എഴുതണം. അതായത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കണതും പെയിൻറ്റ് ചെയ്യണതൊക്കെ കോമൺലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലേ? അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ആ പെയിൻ്റ് അടിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് മനസ്സിൽ വരുമല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തിനാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്, എന്താണ്, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇത് ഓർത്തുക. ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മളതിനെ മനസ്സിലാക്കി വയ്ക്കുക ഉള്ളിൽ. പിന്നെയാണ് പെയിൻറ്റിലെ അടുത്ത പോയിൻ്റ് പറയണതാണ് പെയിൻറ്റ്. അപ്പോൾ പെയിൻറ്റിങ് എന്താണെന്ന് പറഞ്ഞു, പെയിൻറ്റിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് നമ്മൾ പെയിൻറ്റിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെയാണ് നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ കാര്യങ്ങൾ നമുക്ക് വരുന്നത് ഇവിടെയായിരിക്കും. ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിൻറ്റ് എന്ന് പറയുന്നത്. പെയിൻറ്റിൽ നമ്മൾ എന്തൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ്. അതിലൊന്നാമത് പറയുന്നതാണ് ബേസ്. രണ്ടാമത് പറയുന്നതാണ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് പറയും. മൂന്നാമത് പറയുന്നതാണ് കളറിംഗ് പിഗ്മെൻറ്റ്. നാലാമത് പറയുന്നതാണ് ഡ്രയർ. അഞ്ചാമത് പറയുന്നതാണ് സോൾവെൻറ്റ്. ഇത്രയും 5 ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പെയിൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പെയിൻറ്റിലെ ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിൻറ്റ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. 1 വേർഡായിട്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാറുള്ളതാണ്. ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിൻറ്റ്, പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത് പറയണതാണ് ബേസ്, രണ്ടാമത് പറയണതാണ് വെഹിക്കിൾ ഓർ കാരിയർ. വെഹിക്കിൾ എന്നൊക്കെ കാരിയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ക്യാരിങ് എന്ന് പറഞ്ഞാൽ എന്താ, വഹിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ ഉള്ളതല്ലേ. അത് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അത് മനസ്സിലാവും. കളറിങ് പിഗ്മെൻറ്റ്, നമ്മളതിൽ കളറ് ചേർക്കുക. നമുക്ക് പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒറ്റ കളറിൽ മാത്രം അല്ലല്ലോ നമുക്ക് ലഭിക്കുന്നത് പെയിൻറ്റ്. അപ്പോൾ പെയിൻറ്റ് നമുക്ക് കളറിങ് പിഗ്മെൻറ്റ്, നമുക്ക് ആവശ്യമുള്ള കളറുകൾ ചേർത്തിട്ട് നമുക്കതിനെ പല കളറിൽ നമുക്കത് ലഭ്യമാക്കാം. അതുപോലെ തന്നെ ഡ്രയർ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ്. ഈ ഡ്രയർ എന്ന് പറയുന്നത് അതാണ് ഇതിനെ ഉണക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നത്, പെയിൻറ്റിനെ ഉണങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. പിന്നെ വേണ്ടതാണ് സോൾവെൻറ്റ്. നമുക്കറിയാം സോൾവെൻ്റൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും, തിന്നർ സോൾവെൻ്റൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അഞ്ചെണ്ണത് ഈ പേരുകൾ ഓർത്ത് വയ്ക്കുക, ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ, കളറിങ് പിഗ്മെൻറ്റ്, ഡ്രയർ, സോൾവെൻറ്റ്. ഇങ്ങനെ 5 ഇൻഗ്രീഡിയൻസ് ചേർന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പെയിൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അടുത്തതാണ് ബേസ്. പെയിൻറ്റിൻ്റെ ഈ ബേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. പെയിൻറ്റിൻ്റെ പ്രധാന ഘടകമായ ബേസ് ഒരു പൗഡർ രൂപത്തിലുള്ള മെറ്റാലിക് ഓക്സൈഡാണ്. എന്താണ് അപ്പോൾ ബേസ് എന്ന് പറയുന്നത്? പെയിൻറ്റിൻ്റെ പ്രധാന ഘടകമായ ബേസ് ഒരു പൗഡർ രൂപത്തിലുള്ള മെറ്റാലിക് ഓക്സൈഡാണ്. ഈ സർഫസ് മൂടുന്നത് ഈ വസ്തുവാണ്, ഈ പ്രതലം മൂടുന്നത് ഈ മെറ്റാലിക് ഓക്സൈഡാണ്. ബേസായി ഉപയോഗിക്കാറുള്ള വസ്തുക്കളുടെ പേരുകളും ഗുണങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഇനി മെറ്റാലിക് ഓക്സൈഡ് ആയിട്ട് അല്ലാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ബേസായിട്ട് കൊടുക്കുന്നതെന്ന്. വൈറ്റ് ലെഡ്, ആ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പേരുകളാണ് പറയുന്നത് കേട്ടോ. ബേസായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പേരുകൾ. വൈറ്റ് ലെഡ്, അതുപോലെ ലെഡിൻ്റെ കാർബണേറ്റ് ആണ്. അപ്പോൾ വൈറ്റ് ലെഡിൻ്റെ കാർബണേറ്റ് ആണ് കേട്ടോ. വൈറ്റ് ലെഡിൻ്റെ കാർബണേറ്റ് ആണ്. മരത്തിൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. തുരുമ്പിൽ നിന്ന് സംരക്ഷണം നൽകാത്തതിനാൽ ലോഹങ്ങൾക്ക് പറ്റിയതല്ല. അതായത് സ്റ്റീല് അങ്ങനെയുള്ള തുരുമ്പ് പിടിക്കുന്ന സാധനങ്ങൾക്ക് എന്ത് പറ്റിയതല്ല, ഈ ബേസ് നമുക്ക് അതിന് പറ്റിയതല്ല. അപ്പോൾ നമുക്കതിൽ മറ്റേ എന്താ പറയുക, വോളും അടിക്കുന്ന പെയിൻറ്റിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് മറ്റേ സ്റ്റീലിൻ്റെ മെറ്റീരിയൽസ്, ലോഹങ്ങളുടെ മെറ്റീരിയൽസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വൈറ്റ് ലെഡിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ബേസായിട്ട് പറയണതാണ് റെഡ് ലെഡ്, പിന്നെ സിങ്ക് വൈറ്റ്, അയൺ ഓക്സൈഡ്, ടൈറ്റാനിയം വൈറ്റ്, ആൻറ്റിമണി വൈറ്റ്, അലുമിനിയം പൗഡർ, പിന്നെന്താണ് ലിത്തോഫോൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ബേസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ബേസ് എന്നുള്ളൊരു പേരിൽ അറിയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഘടകങ്ങൾ, ഇത്രയും വസ്തുക്കൾ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം ഉള്ളത് കൊണ്ടാണ് നമ്മളതിന് ബേസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ബേസായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണ്? മെറ്റാലിക് ഓക്സൈഡുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്, ഒന്ന് വൈറ്റ് ലെഡ്. ആ വൈറ്റ് ലെഡിൻ്റെ ഉപയോഗമാണ് നമുക്കതിൽ എന്തിനും ഉപയോഗിക്കാൻ പറ്റില്ല, ലോഹങ്ങളുടെ പുറത്ത് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നു. പിന്നെന്താ പറയണത്, റെഡ് ലെഡിൻ്റെ പറ്റി എന്താ, ലെഡിൻ്റെ ഓക്സൈഡാണ്, ഇരുമ്പിന് പറ്റിയതാണ്. അതുപോലെ ലിൻസീഡ് ഓയിലിനോടൊപ്പം പെട്ടെന്ന് ഉണങ്ങുന്നു എന്ന് പറയും. ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിനാണ്, അതൊരു പശയാണ് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങുന്നു, ഓയിലിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ആ ലിൻസീഡ് ഓയിലിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, അതായത് ബേസായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇതിലേതെങ്കിലും ഒരു പേരൊക്കെ തന്ന് നമുക്ക് ചോദിക്കാം. അപ്പം നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ ഈ പേരുകളൊന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, അതുപോലെ സിങ്ക് വൈറ്റ്, അയൺ ഓക്സൈഡ്, ടൈറ്റാനിയം വൈറ്റ്, ആൻറ്റിമണി വൈറ്റ്, അലുമിനിയം പൗഡർ, അതുപോലെ തന്നെ ലിത്തോഫോൺ. ഇത്രയും ഇൻഗ്രീഡിയൻസിൽ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വൈറ്റ് ലെഡ് നമുക്ക് എന്തിനു പറ്റില്ല, ലോഹങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ റെഡ് ലെഡ് നമുക്ക് എന്തിനു പറ്റും, ലോഹങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. അടുത്ത് സിങ്ക് വൈറ്റ്.
സിങ്കിൻ്റെ ഓക്സൈഡാണ്. സിങ്ക് പെയിൻറ്റിൽ ഉപയോഗിക്കുന്നു. ഇത് വില കൂടുതലാണ്. സിങ്ക് നമ്മൾ പെയിൻറ്റിൽ ഉപയോഗിക്കുന്നു, പക്ഷേ ഇതിന് കുറച്ച് കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് എന്താ പറയണത്? ഇരുമ്പിൻ്റെ ഓക്സൈഡാണ്. ഇരുമ്പ് പെയിൻറ്റിൽ ഉപയോഗിക്കുന്നു. എല്ലാ കാരിയറുമായിട്ടും യോജിക്കും. തുരുമ്പിനെ പരിശോധിക്കും. വില കുറഞ്ഞതും ഈട് നിൽക്കുന്നതുമാണ്. അയൺ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇരുമ്പിൻ്റെ ഓക്സൈഡാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇരുമ്പിൻ്റെ മുകളിൽ പെയിൻറ്റിങ് അടിക്കാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഒരു കാരിയറായിട്ട് എല്ലാ കാരിയറായിട്ടും യോജിക്കുന്നെന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിൽ വെഹിക്കിൾ ഓർ കാരിയർ എന്നുള്ളത് അതിലത്തെ പോയിന്റാണ്. ആ കാരിയറായിട്ട് യോജിച്ചു പോകുന്നു, എല്ലാ കാരിയറായിട്ടും യോജിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. തുരുമ്പിനെ പരിശോധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വില കുറവാണ്. അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉള്ളതാണ്, ഈട് നിൽക്കുന്നതാണ്. അയൺ ഓക്സൈഡ് അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, സിങ്ക് വൈറ്റ്, അതുപോലെ തന്നെ അയൺ ഓക്സൈഡ്. പിന്നെ ടൈറ്റാനിയം വൈറ്റാണ്. ഇത് വിഷമില്ലാത്തതും ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ളൊരു വസ്തുവാണ് ടൈറ്റാനിയം വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റാനിയം വൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വിഷമില്ലാത്തതും ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ള ഒരു വസ്തുവാണ്. അടുത്തത് എന്താണ്? ആൻറ്റിമണി വൈറ്റാണ്. അതായത് ടൈറ്റാനിയം വൈറ്റിനോട് സാമ്യമുള്ള ഒരു വസ്തുവാണ് ആൻറ്റിമണി വൈറ്റ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ? അലുമിനിയം പൗഡർ. അലുമിനിയം പെയിൻറ്റിൻ്റെ പ്രധാന ഘടകം ഏതാണ്? മരത്തിൽ വിള്ളലുകളില്ലാതെ സംരക്ഷിക്കുന്നു. മരത്തിനെ പ്രൈമിങ് കോട്ടായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അലുമിനിയം പൗഡർ ഉപയോഗിക്കുന്ന അലുമിനിയം പെയിൻറ്റിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ മരത്തിൽ വിള്ളലുകളില്ലാതെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ മരത്തിൻ്റെ പ്രൈമിങ് കോട്ടായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ അലുമിനിയം പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് അലുമിനിയം പെയിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അലുമിനിയം പെയിൻറ്റിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ് അലുമിനിയം പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വിള്ളലുകളൊന്നും ഇല്ലാതെ നമുക്ക് ഫർണിച്ചർ അല്ലേ, മരത്തും കൊണ്ട് ഉണ്ടാക്കിയ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിള്ളലുകളൊന്നും ഇല്ലാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രൈമിങ് കോട്ടായിട്ടാണ് ഒരു വുഡിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ലിത്തോഫോൺ, അതായത് സിങ്ക് സൾഫൈഡിൻ്റെ മിശ്രിതം. സിങ്ക് ഓക്സൈഡിനോട് സാമ്യമുണ്ട്. വില കുറവാണ്. വെയിലിൽ നിറം മങ്ങുന്നു. അതിനാൽ ഉൾവശത്ത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലിത്തോഫോൺ നമ്മൾ ഉപയോഗിക്കും പെയിൻറ്റിൽ ചേർക്കുമ്പോൾ ഉള്ളിലടിക്കുന്ന പെയിൻറ്റിലാണ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത്. കാരണം പുറത്ത് വെയിലടിക്കുമ്പോൾ നമുക്കതിൻ്റെ നിറം മങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മളത് കൊടുക്കുന്നത് ഉള്ളിലടിക്കുന്ന പെയിൻറ്റിലാണ് നമ്മൾ ലിത്തോഫോൺ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. എന്താ? ഇൻഗ്രീഡിയൻസ്. പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ 5 ഇൻഗ്രീഡിയൻസിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ, കളറിങ് പിഗ്മെൻറ്റ്, അതുപോലെ ഡ്രയർ, സോൾവെൻറ്റ്. അതിൽ ഒന്നാമത്തെ ബേസിൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതായത് പെയിൻറ്റിൻ്റെ പ്രധാന ഘടകമായിട്ടുള്ള ബേസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളോട്? വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, സിങ്ക് വൈറ്റ്, അയൺ ഓക്സൈഡ്, ടൈറ്റാനിയം വൈറ്റ്, ആൻറ്റിമണി വൈറ്റ്, അലുമിനിയം പൗഡർ, ലിത്തോഫോൺ. ഇത്രയും ഘടകങ്ങൾ നമ്മൾ ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് വെഹിക്കിൾ ഓർ കാരിയർ. പെയിൻറ്റിലെ ഘടകങ്ങളെ ലിക്വിഡ് സസ്പെൻഷനിൽ നിർത്തുന്നത് വെഹിക്കിൾ ഓർ കരിയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ വെഹിക്കിൾ ഓർ കരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ വഹിക്കുക അല്ലേ, വഹിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ലിക്വിഡ് ഫോമിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിലൊരു സ്പ്രെഡിങ് സംഭവം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ പെയിൻറ്റിലെ ഘടകങ്ങളെ ലിക്വിഡ് സസ്പെൻഷനിൽ നിർത്തുന്നത് ആരാണ്? വെഹിക്കിൾ ഓർ കരിയർ ആണ്. നമുക്കതിനൊരു ലിക്വിഡ് ഫോമിലേക്ക് അതിനെ നിലനിർത്തുന്നത് ആരാണ്? വെഹിക്കിൾ ഓർ കരിയർ ആണ്. അതായത് അതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതാണ് അല്ലേ, അതിങ്ങനെ വഹിച്ചുകൊണ്ട് പോകാന്നൊക്കെ. പെയിൻറ്റിനെ ഇങ്ങനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കി മാറ്റുക എന്ന് പറയില്ലേ, ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക എന്നൊക്കെ പറയില്ലേ, അത് ആക്കി മാറ്റുന്നത് ആരാണ്? വെഹിക്കിൾ ഓർ കരിയർ ആണ്. ഇതാണ് പെയിൻറ്റിനെ എല്ലാ ഭാഗത്തും ഒരുപോലെ പരക്കാൻ സഹായിക്കുന്നത്. ഈ വെഹിക്കിളാണ് പെയിൻറ്റിനെ എല്ലായിടത്തും ഒരുപോലെ പരക്കാൻ സഹായിക്കുന്നത്. ഇത് പെയിൻറ്റ് ഘടകങ്ങൾക്ക് ബൈൻഡറാണ്.
അതും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനും കൂടി ആയി നമുക്ക്. എന്താണ് ബൈൻഡറായിട്ട് പ്രവർത്തിക്കുന്നത്? എന്താണ് ബൈൻഡറായിട്ട് പ്രവർത്തിക്കുന്നത്? വെഹിക്കിൾ ഓർ കരിയർ. പെയിൻറ്റിലെ ബൈൻഡറായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? വെഹിക്കിൾ ഓർ കരിയർ അല്ലേ. നമുക്കറിയാം കോൺക്രീറ്റും മോട്ടാറൊക്കെ പഠിച്ചപ്പോൾ അവിടുത്തെ ബൈൻഡറായിട്ട് ആരായിരുന്നു? നമുക്ക് സിമൻറ്റ് ലൈമൊക്കെ ആയിരുന്നു അല്ലേ. അതേപോലെ പെയിൻറ്റിലെ ബൈൻഡറായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ വെഹിക്കിൾ ഓർ കരിയറാണ്. വെഹിക്കിളായി ഉപയോഗിക്കാറുള്ള വസ്തുക്കളുടെ പേരുകളും ഗുണങ്ങളും താഴെ കൊടുത്തു. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻറ്റിനെ പരക്കാനുള്ള ഒരു എബിലിറ്റി കൊടുക്കുന്നത് ആരാണ്? ഈ വെഹിക്കിളാണ്. വെഹിക്കിൾ ഓർ കരിയറാണ്. അത് മാത്രമല്ല പെയിൻറ്റിനൊരു ബൈൻഡിങ് ക്വാളിറ്റി, അതൊരു ബൈൻഡിങ് മെറ്റീരിയലായിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്? നമ്മുടെ ഈ വെഹിക്കിൾ ഓർ കരിയറാണ്. ഇനി എന്താണ് നമ്മൾ വെഹിക്കിൾ ഓർ കരിയറായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത് പറയണതാണ് ലിൻസീഡ് ഓയിൽ. എന്താണ് ലിൻസീഡ് ഓയിൽ? ഒന്നുകൂടെ പറയാം. ലിൻസീഡ് ഓയിൽ, പിന്നെന്താണ് പറയുന്നത്? ടാങ് ഓയിൽ, നട്ട് ഓയിൽ. ഇതൊക്കെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? വെഹിക്കിൾ ഓർ കരിയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിലെ ലിൻസീഡ് ഓയിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഫ്ലാക്സ് വിത്തുകളിൽ നിന്നും ലഭിക്കുന്നു. തിളപ്പിച്ചെടുക്കാത്ത കട്ടിയില്ലാത്ത ഇളം നിറമുള്ള ലിൻസീഡ് ഓയിൽ ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കും. തിളപ്പിച്ചെടുത്ത കട്ടിയുള്ള കടും നിറമുള്ള ബോയിൽഡ് ലിൻസീഡ് ഓയിൽ പെട്ടെന്ന് ഉണങ്ങുന്നു. ഉണങ്ങലിനെ സഹായിക്കാനായി ഇതിൽ എന്തുണ്ട്? ലിത്താർജ് അല്ലെങ്കിൽ റെഡ് ലെഡ് ചേർത്തിരിക്കും. ഡബിൾ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ വളരെ പെട്ടെന്ന് ഉണങ്ങുന്നു. ടർപ്പൻറ്റൈൻ ചേർത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ലിൻസീഡ് ഓയിൽ പ്രത്യേക രീതിയിൽ ചൂട് പിടിപ്പിച്ചാണ് സ്റ്റാൻഡ് ഓയിൽ നിർമ്മിക്കുന്നത്. ഇത് വളരെ സാവധാനം ഉണങ്ങുകയും ഈടും തിളക്കവും നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ വെഹിക്കിൾ ഓർ കരിയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് പറയുന്നത്? ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഫ്ലാക്സ് വിത്തുകളിൽ നിന്നുമാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇത് അതിൻ്റെ രണ്ട് രീതികളാണ് പറയുന്നത്. തിളപ്പിച്ചെടുത്തതും അതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാത്തതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിളപ്പിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ ആക്ഷൻസ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമ്മളതിൽ ടർപ്പൻറ്റൈൻ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വെഹിക്കിൾ എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ അതിലൊന്നാമത്തെ ഘടകമാണ് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് ടാങ് ഓയിൽ എന്ന് പറയുന്നത്. എന്താണ് ടാങ് ഓയിൽ? ലിൻസീഡ് ഓയിലിനേക്കാളും മുന്തിയതാണ്. കുറച്ചും കൂടെ അതിന് സ്റ്റാൻഡേർഡ് കൂടുതലാണ്. നല്ല തരം പെയിൻറ്റുകൾക്ക് നമ്മൾ ടാങ് ഓയിൽ ഉപയോഗിക്കുന്നു. അടുത്താണ് നട്ട് ഓയിൽ. വാൾനട്ടിൽ നിന്നും ലഭിക്കുന്നു. ഈ നട്ട് ഓയിൽ എടുക്കുന്നത് വാൾനട്ടിൽ നിന്നാണ്. നിറമില്ലാത്ത ഈ ഓയിൽ പെട്ടെന്ന് ഉണങ്ങുന്നു. ഈട് നിൽക്കുന്ന തിളക്കം ലഭ്യമല്ലാത്തതിനാൽ സാധാരണ ജോലികൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. വലിയ ഇതിനൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. സാധാരണ ജോലികൾക്കാണ് നമ്മൾ, കാരണം ഇതിന് അത്ര ഒരു ക്വാളിറ്റി അതിനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നട്ട് ഓയിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള സാധാരണ ജോലികൾക്കാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ലിൻസീഡ് ഓയിൽ, ടാങ് ഓയിൽ, പിന്നെ നട്ട് ഓയിൽ. ഇതാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? വെഹിക്കിൾ ഓർ കരിയറായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വെഹിക്കിൾ ഓർ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് വെഹിക്കിൾ ഓർ കരിയർ? ഇപ്പോൾ പെയിൻറ്റിലെ ബൈൻഡറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വെഹിക്കിൾ ഓർ കരിയർ എന്ന് പറയുന്നത്. അതായത് ഈ പെയിൻറ്റിനെ ലിക്വിഡ് ഫോമിലേക്ക് രൂപമാറ്റം ചെയ്യുന്നത്, ആ ഒരു ഫോമിലേക്ക് നിലനിർത്തുന്നത്, ആ ഒരു ലിക്വിഡ് ഫോമായിട്ട് നിലനിർത്തുന്നത് ആരാണ്? നമ്മുടെ വെഹിക്കിൾ ഓർ കരിയറാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, വെഹിക്കിൾ ഓർ കരിയർ എന്ന് പറയുന്ന പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതായിട്ട് ഉപയോഗിക്കുന്ന ഓയിലുകൾ ഏതൊക്കെയാണ്? ലിൻസീഡ് ഓയിൽ, ടാങ് ഓയിൽ,
അതുപോലെ തന്നെ നട്ട് ഓയിൽ. ഈ 3 ഓയിലുകളാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? വെഹിക്കിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത പോയിൻ്റാണ് പറയുന്നത് കളറിംഗ് പിഗ്മെൻ്റ് എന്ന് പറയുന്നത്. പൗഡർ രൂപത്തിലുള്ള കളറിംഗ് പിഗ്മെൻറ്റുകൾ മൂലമാണ് പെയിൻറ്റിന് വ്യത്യസ്ത നിറങ്ങൾ നമ്മൾ ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ കളറിംഗ് പിഗ്മെൻറ്റ് ചേർക്കുന്നത് എന്തിനാണ്? വ്യത്യസ്ത നിറത്തിലുള്ള കളറിലുള്ള പെയിൻറ്റുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. മിനറൽ വസ്തുക്കളും ഓർഗാനിക് വസ്തുക്കളും ലോഹങ്ങളുമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നിറവും അതിനെ പിഗ്മെൻറ്റുകളായി ഉപയോഗിക്കാറുള്ള വസ്തുക്കളുടെ പേരുകളും താഴെ കൊടുക്കുന്നു. ഇപ്പോൾ കറുപ്പ് നിറമാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പിഗ്മെൻറ്റ്സുകളാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഗ്രാഫൈറ്റ്, ലാമ്പ് ബ്ലാക്ക്, ഐവറി ബ്ലാക്ക്, വെജിറ്റബിൾ ബ്ലാക്ക്, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കറുപ്പ് നിറത്തിന് വേണ്ടി കൊടുക്കുന്നത്. മഞ്ഞ നിറമാണെങ്കിൽ ക്രോം ഓയിലോ, ക്രോം യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഓർച്ച്, സിങ്ക് ക്രോം, ഇതൊക്കെയാണ് നമ്മൾ മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പിഗ്മെൻറ്റ്സുകളുടെ പേരാണ് പറഞ്ഞത്. ക്രോം യെല്ലോ, യെല്ലോ ഓർച്ച്, അതുപോലെ സിങ്ക് ക്രോം. നീലനിറം കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇൻഡിഗോ, പ്രഷ്യൻ ബ്ലൂ ആണ് നമ്മൾ നീലനിറത്തിന് വേണ്ടി കൊടുക്കുന്ന പിഗ്മെൻറ്റ്സുകൾ. തവിട്ട് നിറമാണെങ്കിൽ നമ്മൾ ചുട്ടെടുത്ത ആംബർ, അതുപോലെ പച്ച ആംബർ, ഒരു തരം മണ്ണിനെയാണ് അത് പറയുന്നത്. അത് പച്ചയ്ക്ക് നമ്മൾ ചേർക്കാം, അല്ലെങ്കിൽ അതിനെ ചുട്ടെടുത്ത് ചേർക്കാം, ബേൺ ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് അപ്ലൈ. ഒരു തരം മണ്ണിൻ്റെ കളറാണത്. അടുത്തത് പച്ച നിറമാണെങ്കിൽ ക്രോം ഗ്രീൻ, കോപ്പർ സൾഫേറ്റ്, നമുക്ക് പച്ച നിറത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്ന പിഗ്മെൻറ്റ്സുകളാണ്. ചുവപ്പാണെന്നുണ്ടെങ്കിൽ കാർമിൻ, റെഡ് ലെഡ്, വെർമിലിയോൺ റെഡ് എന്നിവ നമ്മൾ ചേർക്കുന്നു. കാർമിൻ, റെഡ് ലെഡ്, വെർമിലിയോൺ റെഡ് എന്നിവ നമ്മൾ കളറിംഗ് പിഗ്മെൻറ്റിൽ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പിഗ്മെൻറ്റ്സുകളുടെ പേരാണ്. അപ്പോൾ ഇതിൽ കറുപ്പ്, മഞ്ഞ, നീല, ഒരു തവിട്ട്, പച്ച, ചുവപ്പ്, ഇത്രയും നിറങ്ങളുടെ മാത്രം ഇതിൽ എഴുതിയിട്ടുള്ളൂ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പിഗ്മെൻറ്റ്സുകളുടെ പേരുകളാണ് ഇപ്പോൾ നമ്മളതിൽ കണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ വരച്ചിട്ടൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കുക കയ്യിൽ ബുക്കുള്ളവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ബേസാണ് പറഞ്ഞത്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബേസ് എന്ന് പറയുന്നത്, അല്ലേ? ആ ബേസിൽ എന്തൊക്കെയാണ്? വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, സിങ്ക് വൈറ്റ്, അയൺ ഓക്സൈഡ്, ടൈറ്റാനിയം, ആൻറ്റിമണി വൈറ്റ്, അലുമിനിയം പൗഡർ, ലിത്തോഫോൺ, ഇത്രയും ഘടകങ്ങൾ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? പെയിൻറ്റിലെ ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? വെഹിക്കിൾ ഓർ കരിയർ. അതാണ് നമ്മുടെ പെയിൻറ്റിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ വെഹിക്കിൾ ഓർ കരിയർ എന്ന് പറയുന്നത്. ബൈൻഡറാണ്. അതുപോലെ തന്നെ നമുക്കിതിനെ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഒരു ലിക്വിഡ് ഫോമിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് ഈ വെഹിക്കിൾ ഓർ കരിയറാണ്. ഇനി അതായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ലിൻസീഡ് ഓയിൽ, അതുപോലെ തന്നെ ടാങ് ഓയിൽ, അതുപോലെ തന്നെ നട്ട് ഓയിൽ. അടുത്താണ് നമ്മൾ എന്ത് പറഞ്ഞ കളറിംഗ് പിഗ്മെൻറ്റ് പറഞ്ഞത്, അല്ലേ? കളറിംഗ് പിഗ്മെൻറ്റ് കിടക്കാൻ പലതരത്തിലുള്ള നമ്മൾ ചേർത്തിട്ട് പെയിൻറ്റിനെ പല കളറിലേക്ക് ആക്കി മാറ്റുന്നു. അപ്പോൾ അതിന് വേണ്ടി ചേർക്കുന്ന പിഗ്മെൻറ്റ്സുകൾ, ഇപ്പോൾ ഓരോ നിറത്തിനും വേണ്ടി ചേർക്കുന്ന പിഗ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നാലാമത്തെ പോയിൻ്റാണ് എന്ത് പറയുന്നത്? ഡ്രയർ. ഡ്രയർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ? ഉണങ്ങിയ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഉണങ്ങലിന് സഹായകമാകുന്ന ഘടകമാണിത്. ഈ വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആഗിരണം ചെയ്ത് ലിൻസീഡ് ഓയിലിന് കൈമാറി ഉറയ്ക്കാൻ സഹായിക്കുന്നു. കോബാൾട്ട്, ലെഡ്, മാംഗനീസ് ഇവയുടെ കോമ്പൗണ്ടുകളും ലിത്താർജ്, റെഡ് ലെഡ്, മാംഗനീസ് സൾഫേറ്റ്, അതുപോലെ തന്നെ ഈ മാംഗനീസ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട്സ് ഓഫ് കോബാൾട്ട്, ലെഡ്, മാംഗനീസ്, ലിത്തറേജ്, അത് അവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതാണ്. ഇവയും ഡ്രയറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഡ്രയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ ഈ പെയിൻറ്റിൽ നമ്മൾ ഈ മറ്റേ ബേസ് ചേർത്തു, ലിൻസീഡ് ഓയിൽ ചേർത്തു, അല്ലേ? കളറിംഗ് പിഗ്മെൻറ്റും ചേർത്തു. അപ്പോൾ നമ്മളതിനെ ഒരു കളറിലാക്കി നമ്മളങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്കിനി ഈ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങണമല്ലേ? അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആ ഉണങ്ങാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് എന്ത് പറയുന്നത്? ഈ ഡ്രയറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണ്? അതായത് ഉണങ്ങലിന് സഹായകമാകുന്ന, പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സഹായകമാകുന്ന ഒരു ഘടകമാണിത്. ഈ വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആഗിരണം ചെയ്ത് ലിൻസീഡ് ഓയിലിന് കൈമാറി ഉറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിൽ ചേർക്കുന്ന ഡ്രയറാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ വലിച്ചെടുത്ത് ഇത് ഉണങ്ങാനുള്ളൊരവസ്ഥയിലേക്ക് പെയിൻറ്റിനെ ആക്കുന്നത് ആരാണ്? ഈ ഡ്രയറാണ്.
അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കോബാൾട്ട്, ലെഡ്, മാംഗനീസ് ഇവയുടെ മിക്സിങ് കോമ്പൗണ്ടാണ് കേട്ടോ. ഇത് ഒറ്റയ്ക്കല്ല, കോബാൾട്ടിൻ്റെയും ലെഡിൻ്റെയും മാംഗനീസിൻ്റെയും കോമ്പൗണ്ടുകളും ലിത്താർജ്, റെഡ് ലെഡ് മാംഗനീസ് സൾഫേറ്റ് ഇവയും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ഡ്രയറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്നുകിൽ കോബാൾട്ടും ലെഡും മാംഗനീസിൻ്റെയും മിശ്രിതവും അതിൻ്റെ കോമ്പൗണ്ടും അതായത് അത് മൂന്നും കൂടി ചേർത്തതും, അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ലിത്താർജ്, റെഡ് ലെഡ്, മാംഗനീസ് സൾഫേറ്റ് ഇതും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ഡ്രയറായിട്ട് നമ്മൾ ഇതിൽ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് ഇട്ടു, റെഡ് ലെഡോ വൈറ്റ് ലെഡോ എന്തായിക്കോട്ടെ, ബേസ് ഇട്ടു, അതിൽ നമ്മൾ കരിയർ ചേർത്തു, ഇപ്പോൾ ലിൻസീഡ് ഓയിൽ ചേർത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഗ്രേ കളർ തവിട്ട് നിറം കിട്ടാൻ വേണ്ടി നമ്മളതിൽ അതിൻ്റെ കളറിങ് പിഗ്മെൻറ്റ് ചേർത്തു. അതിനുശേഷം നമ്മളെന്ത് ചേർക്കുകയാണ്? അതിൽ കുറച്ച് കോബാൾട്ടോ ലെഡ് മാംഗനീസിൻ്റെ മിശ്രിതമോ അല്ലെങ്കിൽ റെഡ് ലെഡോ മാംഗനീസ് സൾഫേറ്റോ എന്തെങ്കിലും നമ്മൾ ചേർക്കുക. ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ചേർക്കുമ്പോഴാണ് പെയിൻറ്റിന് ഉണങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. 5 ലിറ്റർ ഓയിലിൽ 1.25 ന്യൂട്ടൺ എന്ന അനുപാതത്തിലുള്ള ലിത്താർജാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റെഡ് ലെഡ് ലിത്താർജിനോളം ഫലപ്രദമല്ല. മാംഗനീസ് സൾഫേറ്റ് സിങ്ക് പെയിൻറ്റിനോടൊപ്പമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓയിലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഡ്രയർ എന്നും എന്തിനാണ് നമ്മൾ ഈ ഡ്രയർ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതെന്നും മനസ്സിലാക്കി വയ്ക്കുക. അടുത്തതാണ് സോൾവെൻറ്റ്. 5ാമത്തെ പോയിൻ്റാണ് നമ്മളോട് പറയുന്നത് സോൾവെൻറ്റ്. പെയിൻറ്റിങ് ചെയ്യാനുള്ള സൗകര്യത്തിനായി അതിനെ നേർപ്പിക്കാനായി ഉപയോഗിക്കുന്ന വസ്തുവാണ് സോൾവെൻറ്റ് എന്ന് പറയുന്നത്. പെയിൻറ്റിങ് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് അതിനെ നേർപ്പിക്കാൻ, പെയിൻറ്റ് ഇപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിന് എന്താണ്ടാവും? ചെറിയൊരു കട്ടി ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനൊന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നേർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് സോൾവെൻറ്റ്. സോൾവെൻ്റായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് തിന്നറാണ് അല്ലേ? ടർപ്പൻറ്റൈനാണ് സോൾവെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. തീ പിടിക്കാത്തതും പെട്ടെന്ന് ബാഷ്പീകരിക്കുന്നതും ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ള ടർപ്പൻറ്റൈൻ ഒരു തരം പൈൻ മരത്തിൽ നിന്നുമാണ് നമ്മൾ ടർപ്പൻറ്റൈൻ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഇൻഗ്രീഡിയൻസുകളാണ് നമ്മളൊരു പെയിൻറ്റിൻ്റെ നിർമ്മാണത്തിൽ, ഒരു പെയിൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് 5 തരം ഇൻഗ്രീഡിയൻസുകളായിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? ബേസ്, വെഹിക്കിള് ഓർ കാരിയർ, 3ാമത്തത് കളറിങ് പിഗ്മെൻറ്റ്, 4ാമത്തത് എന്തായിരുന്നു? ഡ്രയർ, 5ാമത്തത് സോൾവെൻറ്റ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങളിങ്ങനെ മനസ്സിൽ കാണാം. അതായത് ബേസ് ചേർക്കുന്ന, അതിനുശേഷം നമ്മൾ ലിൻസീഡ് ഓയിൽ ചേർത്തിട്ട് നമ്മളതിനെ ഒരു ഒഴുകുന്ന, അതായത് ഒരു ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നു. അതിനുശേഷം മറ്റേത് നമുക്ക് പൗഡർ ഫോമിലാണല്ലേ കിട്ടുന്നത്, ബേസ് പൗഡർ ഫോമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമുക്കൊരു ഒഴുകുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നത് നമ്മൾ ഈ ലിൻസീഡ് ഓയിൽ ചേർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വെഹിക്കിൾ ഓർ കാരിയർ നമ്മൾ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അത് ചേർത്തു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മളതിൽ മിക്സ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്തു, കളറിങ് പിഗ്മെൻറ്റ് ചേർത്തു. അതിനുശേഷം അത് പെട്ടെന്ന് ഉണങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രയറിലെ ഏതെങ്കിലും മാംഗനീസോ കോപ്പർ സൾഫേറ്റ് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കുറച്ച് അത്രയും തിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലൊക്കെ ഒരു സോൾവെൻറ്റ് നമ്മളതിൽ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പേരുകളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ, കളറിങ് പിഗ്മെൻറ്റ്, അതുപോലെ തന്നെ ഡ്രയർ, സോൾവെൻറ്റ്. ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് മനസ്സിലിങ്ങനെ സ്റ്റെപ്പായിട്ട് ഓർത്ത് വെച്ചാൽ ഇപ്പം തന്നെ നമുക്കിത് പഠിച്ചിട്ടങ്ങ് പോകാൻ പറ്റും. അപ്പോൾ സോൾവെൻറ്റ് ചേർക്കുന്നത് എന്തിനാണ്? നമുക്കതിനൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് പെയിൻ്റ് അടിക്കാൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മളതിൽ സോൾവെൻറ്റ് ചേർക്കുന്നു. സോൾവെൻറ്റ് ഇപ്പോൾ ടർപ്പൻറ്റൈന് നമ്മൾ സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്, അതൊഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഇതനുസരിച്ച് നമ്മളതിനെ അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പെയിൻറ്റിൻ്റെ ഘടകങ്ങൾ. ഇത് പിന്നെ എടുത്തു പറയുന്നത്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. 5 തരം പെയിൻറ്റ്, അതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പേരുകൾ, ബേസായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നു, വെഹിക്കിളായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഡ്രയറായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നു, കളറിങ് പിഗ്മെൻറ്റുകൾ, ഏതൊക്കെ കളറിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഒന്നൊരു 3-4 വട്ടം വായിച്ച് മനസ്സിലൊന്ന് ഉറപ്പിക്കുക കേട്ടോ. ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്. അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.